ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. യോശുവയുടെ പുസ്തകമാണല്ലോ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒന്നാം അധ്യായത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചു. മോശയ്ക്ക് ശേഷം യഹോവയായി ദൈവം യോശുവയെ നിയമിക്കുന്നു. ദൈവം യോശുവയോട് പറഞ്ഞത്, മോശയെപ്പോലെ നീ തീക്ഷ്ണതയുള്ളവനും ധൈര്യവാനുമായിരിക്കുക, നീ ഭയപ്പെടരുത്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ കാല് വയ്ക്കുന്നിടമൊക്കെയും നിൻ്റെ ഉള്ളങ്കാൽ പതിക്കുന്നിടമൊക്കെയും നിങ്ങൾക്ക് സ്വന്തം ദേശമായിട്ട് ലഭിക്കും. അങ്ങനെ ആ യോശുവയെ ദൈവം ശക്തീകരിച്ച് അയക്കുന്നതായി നമ്മൾ ഇന്നലെ കണ്ടു. ഇന്ന് രണ്ടാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യോശുവ രണ്ടുപേരെ കനാൻ ദേശം ഉറ്റുനോക്കുവാൻ വേണ്ടി രണ്ടുപേരെ പറഞ്ഞയക്കുന്നു. മോശയുടെ കാലത്ത് എല്ലാ നേതാക്കന്മാരിൽ നിന്നും ധാരാളം ആളുകളെ അയച്ച രണ്ടുപേരും മാത്രമാണ് വിശ്വാസത്തോടെ വന്ന ദേശം കൈവശമാക്കുവാൻ സാധിക്കുമെന്ന് പറഞ്ഞത്. അത് ഒന്ന് യോശുവയും കാലേബുമായിരുന്നു എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ദേശം ഉറ്റുനോക്കുവാൻ തക്കവണ്ണം യോശുവ രണ്ടുപേരെ അവിടെ പറഞ്ഞയക്കുകയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിൽ രണ്ട് നദിയാണ് അവർക്ക് കടക്കേണ്ടിയിരുന്നത്. ഒന്ന് ചെങ്കടലാണ്, രണ്ട് യോർദാനാണ്. ചെങ്കടൽ കടന്ന കാര്യം നമ്മളിതിനു മുമ്പ് കണ്ടു. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങളിൽ പൗലോസ് ശ്ലീഹായും അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് നമ്മുടെ സ്നാനത്തിൻ്റെ ഒരു മുൻകുറിയായിരുന്നില്ല, സ്നാനത്തെ അത് സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ യോർദാൻ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിന് ശേഷം, ഈ സംഭവത്തിന് ശേഷം 1500 വർഷങ്ങൾക്ക് ശേഷം കർത്താവ് സ്നാനമേറ്റ സ്ഥലമാണ്. നമ്മുടെ പഴയ മനുഷ്യൻ നമ്മിൽ ക്രൂശിക്കപ്പെട്ടു സ്ഥാനത്തോടുകൂടി. ഇനി നമുക്ക് ചെങ്കടൽ കടക്കേണ്ടതില്ല, നമുക്കിനി കടക്കാനുള്ളത് യോർദാനാണ്. എന്താ യോർദാൻ എന്ന് ചോദിച്ചാൽ, പുതിയ നിയമത്തിൽ അനുസരിച്ച് നമ്മുടെ ഹൃദയത്തിൽ വരുന്നതായ ജഡത്തിൻ്റെ ഇച്ഛകളാണ്. അതും കടന്നെങ്കിൽ മാത്രമേ കനാനിലേക്കുള്ള പ്രവേശനം നമുക്ക് സാധ്യമാവുകയുള്ളൂ. ആ ജഡത്തിൻ്റെ ഇച്ഛകളെ അതിജീവിക്കുക എന്നുള്ളതാണ് പുതിയ നിയമത്തിൽ ഏറ്റവും വലിയ ഒരു ഘടകമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എന്ന് നമ്മൾ എല്ലാവരും അത് മനസ്സിലാക്കേണ്ടതാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നു, ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു. ജഡത്തെ രാഗമോഹങ്ങളോടുകൂടി ക്രിസ്തുവിനുള്ളവർ ക്രൂശിച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ ഹൃദയത്തിൽ കടന്ന് അതിനെ ദുഷിപ്പിക്കുന്ന ഒരു കൊള്ളസംഘം പോലെയാണ് ജഡമോഹം എന്ന് പറയുന്നത്. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇത് മൂന്നുമാണ് നമ്മളെ നശിപ്പിക്കുന്നതെന്ന് യോഹന്നാൻ ശ്ലീഹായി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വിശ്വാസി പാപം ചെയ്യുന്നതും അവിശ്വാസി ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. വിശ്വാസി ഒരിക്കലും പാപം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ സാഹചര്യ സമ്മർദ്ദത്താൽ ചെയ്തു പോകും. പൗലോസ് പറഞ്ഞല്ലോ, ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ഇച്ഛിക്കാതെ തിന്മ ചെയ്തു പോകുകയാണ്. എന്നാലൊരു പാപി പാപം ചെയ്യുന്നവൻ പാപത്തെ വളരെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അവ തമ്മിൽ വ്യത്യാസമാണ്. അപ്പം നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്നത്, നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലും പൈശാചിക പ്രലോഭനങ്ങൾക്കും പ്രകോപനങ്ങൾക്കും വിധേയമായിട്ട് നമ്മൾ പാപം ചെയ്യേണ്ട സാഹചര്യം വരും. അതിനെ അതിജീവിക്കുക, അത് പുതിയ യോർദാൻ കടക്കുന്നതിന് തുല്യമാണത്. ഇനി പുതിയ നിയമത്തിലെ നമ്മുടെ കർത്താവിൻ്റെ പഠിപ്പിക്കലെല്ലാം തന്നെ മോഹങ്ങൾക്കെതിരായ ഒരു യുദ്ധമാണെന്ന് നമുക്കറിയാം. പഴയ നിയമത്തിൽ ഈ യുദ്ധത്തിൻ്റെ നായകൻ യോശുവ ആണ്. പുതിയ നിയമത്തിൽ യുദ്ധത്തിൻ്റെ നായകൻ യേശുവാണ്. യേശു എന്ന പദത്തിൻ്റെ എബ്രായ പദമാണ് യോശുവ എന്നുള്ളത്. എബ്രായ ഭാഷയിലെ ജഹോശുവ എന്നാണ് ആ വാക്ക്. ആ വാക്കിനർത്ഥം കർത്താവാണ് നമ്മുടെ രക്ഷകൻ എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ജോസഫ് പിതാവിനോട് മാലാഖ പറഞ്ഞത്, നിനക്ക് പരിശുദ്ധാത്മാവിനാൽ
മറിയം ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേര് വിളിക്കണം, കാരണം അവൻ സകല ജനത്തെയും അവൻ രക്ഷിക്കുന്ന രക്ഷകനാണെന്ന് പറഞ്ഞു. അപ്പോൾ പുതിയ നിയമത്തിൽ നമ്മെ വഴി നടത്തുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ യേശുവിൻ്റെ പഴയ നിയമത്തിലെ ഒരു നിഴലായി യോശുവയെ നമുക്ക് കാണാവുന്നതാണ്. യോശുവയുടെ പുസ്തകം മുഴുവൻ യുദ്ധത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. പുതിയ നിയമത്തിൽ പാപമാകുന്ന പിശാചിനോടുള്ള യുദ്ധമാണ് ക്രൈസ്തവ ജീവിതം എന്ന് നമ്മൾ ഇത് മനസ്സിലാക്കി. വളരെയേറെ പ്രാധാന്യമുള്ളൊരു പുസ്തകമാണ് യോശുവയുടെ പുസ്തകമെന്ന് നമ്മൾ മനസ്സിലാക്കി അത് വായിക്കാൻ നമുക്ക് കാരണമാകണം. മോശയ്ക്ക് കനാൻ ദേശത്ത് പ്രവേശിക്കാൻ സാധിച്ചില്ല. കാരണം ന്യായപ്രമാണത്തിന് നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് നമ്മളെ പൂർണ്ണമായി നയിക്കുവാൻ സാധിക്കുകയില്ല എന്ന സൂചനയാണ് അവിടെ നൽകുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ന്യായപ്രമാണത്തെ ഒരു ജഡവും നീതീകരിക്കപ്പെട്ടില്ല, ദൈവത്തിൻ്റെ കൃപയാലും വിശ്വാസത്താലുമാണ് നമ്മൾ ഇന്ന് രക്ഷിക്കപ്പെടുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. പഴയ നിയമത്തിൽ യുദ്ധത്തിന് നയിക്കുന്നത് യോശുവ ആണെങ്കിൽ പുതിയ നിയമത്തിൽ സാധാരണ യുദ്ധത്തിൽ നമ്മളെ നയിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യോശുവ കൂടാരത്തിൽ ഇരുന്നു കൊണ്ട് ജനത്തെ യുദ്ധത്തിന് അയക്കുകയല്ല ചെയ്തത്, അവൻ മുന്നിൽ നടന്ന് ആ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ഇന്ന് ആ പുതിയ നിയമത്തിലും നമ്മുടെ കർത്താവ് നിങ്ങൾ ഇപ്രകാരം ചെയ്യണമെന്ന് പറഞ്ഞു പോകുകയല്ല ചെയ്തത്. കർത്താവ് പറഞ്ഞത് നിങ്ങൾ എന്നെ അനുഗമിക്കാനാണ്. കർത്താവ് നമുക്ക് മുന്നിൽ നടക്കുന്നു. പരിശുദ്ധാത്മാവായി ആ ദൈവത്തെ നമ്മൾ അനുഗമിച്ചാൽ മതി. അവനാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ഇനി 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു വിജാതീയ സ്ത്രീയായ അല്ലെങ്കിൽ വിജാതീയ രാജ്യത്തുണ്ടായിരുന്ന രാഹാബ് എന്ന് പറയുന്ന ഒരു വേശ്യ സ്ത്രീയെക്കുറിച്ചാണ്. അവിടെയാണ് ഈ യോശുവ അയച്ച 2 പേരെ ചെന്നുപെടുന്നത്. ആ ദേശം ഒറ്റുനോക്കുവാൻ വേണ്ടി ഇത് പോയവരാണ്. അപ്പോൾ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവും വേശ്യമാരുടെ അങ്ങനെ ജീവിച്ച ആളുകളുടെ ആത്മാക്കളെക്കുറിച്ച് അവൻ ചിന്തയുള്ളവനാണ്. അതുകൊണ്ടാണ് ഒരു പാപിനിയായ സ്ത്രീയെ കല്ലെറിയുവാൻ ജനങ്ങൾ കൊണ്ടുവന്നപ്പോൾ കർത്താവ് അവളെ കല്ലെറിയുക അതിനുള്ള അനുവാദം കൊടുക്കുകയല്ല ചെയ്തത്, അവളെ മുഴുവൻ കേൾക്കുവാൻ കർത്താവ് തയ്യാറായി. ഇന്ന് പലരും വേശ്യകളായി മാറുന്നത് ആഗ്രഹം കൊണ്ടാവില്ല, മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെട്ടും സാഹചര്യ സമ്മർദ്ദങ്ങൾ കൊണ്ടുമൊക്കെ അങ്ങനെ ആയിപ്പോകുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അവരോട് സുവിശേഷം അറിയിക്കുക എന്നുള്ളത് സഭയുടെ ഏറ്റവും വലിയ ഒരു ദൗത്യമാണ്. കാരണം ആ രക്ഷപ്പെടാനുള്ളൊരു വഴി അല്ലെങ്കിൽ ദൈവത്തിലേക്കുള്ളൊരു വഴി അവർക്ക് കാണിച്ചു കൊടുക്കുമെങ്കിൽ അവരും ആ പാപജീവിതത്തെ ഉപേക്ഷിക്കുവാൻ അവർ തയ്യാറാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്നും പലരും ആ ഒരു രീതി അവലംബിക്കുന്ന ആ ഒരു തൊഴിലിനെ അവർ സ്നേഹിക്കുന്നതുകൊണ്ടല്ല, സാഹചര്യം കൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ ദൈവികമായ പാതയിലേക്ക് വഴി നടത്തുവാനുള്ള ഉത്തരവാദിത്വം സഭയ്ക്കും സുവിശേഷ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഈ രാഹാബ് എന്ന സ്ത്രീ വാസ്തവത്തിൽ അബ്രഹാമിൻ്റെ സന്തതിയിൽപ്പെട്ട ഒരു സ്ത്രീ അല്ലെന്ന് നമുക്കറിയാം, ഒരു വിജാതീയ സ്ത്രീയായിരുന്നു. പക്ഷേ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഈ സ്ത്രീയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. കർത്താവിൻ്റെ വംശാവലിയിൽ ഉൾപ്പെടുവാൻ തക്കവണ്ണം അവൾ യോഗ്യതയുള്ളവളായി മാറുന്നതായി നമ്മൾ കാണുന്നു. ദാവീദിൻ്റെ വലിയമ്മയായും ജോസഫിൻ്റെയും യേശുവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ഒക്കെ പൂർവികമാരിൽ ഒരാളായി ഇവൾ മാറ്റപ്പെടുകയാണ്. എബ്രായ ലേഖനം 11:31 വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ പൗലോസ്ലീഹ ഈ രാഘാബിനെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യാക്കോബ് ലേഖനം വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധമാണ് സൂചിപ്പിക്കുന്നത്.
അതിന് 2-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഈ രാഹാബിനെ കുറിച്ച് യാക്കോബ് ശ്ലീഹായും പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവൾ വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു വലിയ വഴിയായി ഈ രാഹാബിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവം അത്രമാത്രം അവളെ അവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സാഹചര്യ സമ്മർദ്ദങ്ങൾ കൊണ്ടോ മറ്റ് പല കാരണങ്ങൾ കൊണ്ടോ നമ്മളും പാപത്തിൽ ജീവിക്കുന്നവരായിരിക്കാം. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള വഴി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ സ്വീകരിച്ച് ആ രക്ഷയുടെ വഴിയിലേക്ക് വരുവാനും മറ്റുള്ള അനേകർക്ക് അതൊരു രക്ഷാ കാരണമായി തീരുവാനും മുഖാന്തരമായി ഭവിക്കും. അപ്പോൾ നമുക്കതിന് വേണ്ടത് അനുദപിക്കാനൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ, പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനൊരു ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള വഴി ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരും. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി മുന്നോട്ട് ഈ യോശുവയുടെ പുസ്തകം മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ മുഴുവൻ യുദ്ധമാണ് നമുക്കിനി കാണാൻ സാധിക്കുന്നത്. ഞാൻ ഇന്നലെ ഓർമ്മപ്പെടുത്തിയതുപോലെ പുതിയ നിയമത്തിൽ പൈശാചിക പ്രകോപനങ്ങളെ നേരിടുവാനുള്ള ഒരു വലിയ വിളിയായി അതിനെ കണ്ടുകൊണ്ട് ഈ പുസ്തകം വായിക്കുമ്പോൾ അത് അത്രമാത്രം പൈശാചിക പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.